ടു ഇച്ച് വ്ലോഗ്. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എഗ് റൈസ് ആണ്. അപ്പോൾ തട്ടിക്കൊട്ടിയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയും കൂടിയാണിത്. അപ്പോൾ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചേർത്തുള്ളത് ഓയിൽ ചൂടായ പിന്നെ ആ ചട്ടിയിലേക്ക് തന്നെ നമ്മൾ കുക്കറിലാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് തന്നെ സവാള നമ്മൾ ചേർത്തിട്ടുണ്ട്. അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ അതിലേക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ ഇട്ടിട്ടുള്ളത് ക്യാരറ്റാണ്. ഓരോന്നും ചേർത്തിട്ട് അത് ജസ്റ്റ് വേവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെയാണ് ഓരോരോ ഇൻഗ്രീഡിയൻസ് നമ്മൾ അതിലേക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചേർത്തിട്ടുള്ളത് ടൊമാറ്റോ ആണ്. അതൊക്കെ ഒന്ന് വഴറ്റി വന്ന പിന്നെ അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയാണ് അതിലേക്ക് ചേർക്കാൻ പോകുന്നത്. അതൊക്കെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ വേണ്ടത് റൈസ് വേവിക്കാൻ വെള്ളമാണ് അതിലേക്ക് ചേർക്കുന്നത്. ഞാൻ ഒരു ഗ്ലാസ് റൈസ് എടുക്കുന്നുണ്ട് 2 ഗ്ലാസ് വെള്ളമാണ് അതിലേക്ക് ചേർക്കാൻ പോകുന്നുള്ളത്. അങ്ങനെ അത് ചേർത്ത് പിന്നെ ഒന്നെല്ലാം മിക്സ് ചെയ്ത് പിന്നെ അതിലേക്ക് ഗ്രാമ്പു, പട്ട, ഏലക്ക അതൊന്ന് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതൊന്ന് തിളച്ച് വന്നാൽ അതിലേക്ക് നമ്മൾ റൈസ് കഴുകി വെച്ചിട്ടുണ്ട്, അതൊന്ന് ഇട്ട് കൊടുക്കാം. എഗ്ഗും കൂടി ആ തിളക്കുന്നതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് മൂടിയിട്ട് ഒരു വിസിൽ വരെ വെയിറ്റ് ചെയ്യാം. അതിൻ്റെയൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് കച്ചമ്പർ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയും കൂടി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, എല്ലാവരും കാണാം. അപ്പോൾ ഒരു വിസിൽ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അത് ഓപ്പൺ ആക്കി നോക്കി, നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട് റൈസൊക്കെ.